ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാലടയാണ് കേട്ടോ. പാലട എന്ന് പറയുമ്പോഴത്തേക്ക് പലതരത്തിൽ ആൾക്കാർ പാലട ചെയ്യാറുണ്ട്. ഞാനിന്ന് ചെയ്യുന്നത് നമ്മുടെ ഷുഗർ കാരമലൈസ്ഡ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള ഒരു പാലട. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നുറുക്ക് അടയുണ്ട്, അട വേണം, പിന്നെ ഏലക്ക, വേറെ ചുക്ക് അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചേർക്കില്ല, ഏലക്ക മാത്രമാണ് ചേർക്കുന്നത്. ഇനി പഞ്ചസാര ചേർക്കേണ്ടവർക്ക് പഞ്ചസാര ചേർക്കാം, അതെല്ലാം ബ്രൗൺ ഷുഗർ കിട്ടുവാണെങ്കിൽ അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് വരാനായിട്ട് ബ്രൗൺ ഷുഗർ സഹായിക്കും. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര കാരമലൈസ്ഡ് ചെയ്തിട്ടാണ് ഈ ഒരു പാലട ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് ചെയ്യുന്നത്, ഒരു പാക്കറ്റ് പാൽ 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലിലാണ് ചെയ്യുന്നത്. അപ്പോൾ അട ഒരു 250 ഗ്രാം മതിയാവും. വളരെ ചെറിയ നുറുങ്ങിയ അടയാണ്. അതിൻ്റെ കൂടെ ചൗരി ചേർക്കുന്നവർക്ക് ചൗരി ചേർക്കാം, പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല, ഞാൻ അട മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും കേട്ടോ. നമ്മൾ 1/2 ലിറ്റർ ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച്, അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അത് ഒന്ന് മെൽറ്റായി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ കൂടുതൽ കളറ് വന്നിട്ട് ഒരു കരിഞ്ഞ ഒരു സ്മെല്ല്, ഒരു ടേസ്റ്റ് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഡയലൂട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പതുക്കെ പതുക്കെ ചൂട് ക്രമീകരിച്ച് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അത് ആ ഒരു കളറിലോട്ട് എത്തുള്ളൂ. ഫുൾ ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര കരിഞ്ഞിട്ട് ഒരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ ഒരു കളറ് മാറി മാറി വരുന്നുണ്ട്. ലൈറ്റ് ഗോൾഡൻ കളറിലോട്ട് വന്നിട്ട് അതൊരു ഡാർക്ക് ഗോൾഡൻ കളറിലോട്ട് മാറും. ആ സമയത്ത് നമ്മൾ ഒരിക്കലും പാല് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. പകരം ഈ ഒരു പഞ്ചസാര പാനിയായി അത് ഒരു നൂൽ പരുവം കഴിഞ്ഞ് അതിൻ്റെ കളറ് മാറി വരുമ്പോഴാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഡയലൂട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് വെള്ളം, അത് തീ നന്നായി താഴ്ത്തി തീ വെച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം, അതായത് പകുതി വെള്ളം കൂടെ, പകുതി ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കളറ്. ഇനി ഈ ഒരു കളറിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് പാല് 1/2 ലിറ്ററേ. അപ്പോൾ ഈ 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പഞ്ചസാരയുടെ ഈ മിക്സ് നന്നായിട്ട് ആ പാലിലോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് പതുക്കെ പാലൊന്ന് തിളപ്പിക്കാൻ നോക്കുക. അപ്പോൾ ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. അടിയിലേക്ക് നന്നായിട്ട് പാത്രത്തിനടിയിൽ പിടിച്ചിട്ടുള്ള പഞ്ചസാരയെല്ലാം ഇതോടെ ഇതിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന അട നല്ല നുറുക്ക് അടയാണ് കേട്ടോ. ചെറിയ നുറുക്ക് അരിയുടെ അടയാണ്. അതിൽ പഞ്ചസാരയുണ്ട്, അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയുണ്ട് കേട്ടോ. ഇത് പായസത്തിൻ്റെ മിക്സാണ് കേട്ടോ. സെപ്പറേറ്റ് അട വേവിച്ച് ചേർത്ത് ഇങ്ങനെ വെക്കാനും നമുക്ക് പറ്റും. അങ്ങനെ വേവിച്ച് ചേർക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ പായസം മിക്സാണ്. ഈ നുറുക്ക് അടയും അതിൻ്റെ അകത്ത് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും എല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് 1 ടൈം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ അടയൊന്ന് വെന്ത് വരാനായിട്ട് ഒരു 10-15 മിനിറ്റോളം വേണ്ടി വരും, നന്നായിട്ട് തിളച്ച് വെന്ത് വരാനായിട്ട്. ഞാൻ ഒരു കഷ്ണം ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. പാലടയ്ക്ക് സാധാരണ ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറിൽ പാലട കിട്ടും. ഇത് പിങ്ക് പാലട എന്ന് പറഞ്ഞിട്ട് ഇതിന് ലൈറ്റ് കളറിൽ നമുക്ക് ഉണ്ടാക്കാം. അത് പഞ്ചസാര ഉരുക്കുന്ന സമയത്ത് അധികം ബ്രൗൺ ആക്കാതെ ഒരു
ലൈറ്റ് യെല്ലോയിഷ് കളർ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് പാലൊഴിച്ച് കഴിഞ്ഞാൽ ഒരു പിങ്കിഷ് കളറിലോട്ട് മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ഡാർക്ക് ബ്രൗൺ കളർ, അതായത് ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അട നന്നായിട്ട് കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലോട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, പകരം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കുറച്ചുകൂടെ ഒരു ലൂസ്. ഇതിപ്പോൾ നല്ല തിക്കാണ്, അപ്പം ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ വറുത്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു അരമണിക്കൂറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പായസം. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ചെറിയൊരു കപ്പ് എന്ന് പറയുന്നത് 1/2 ഗ്ലാസ്സാണ്. അപ്പോൾ 1/2 ഗ്ലാസ് പാലാണ് ചേർത്തത്. നമ്മൾ നേരത്തെ ഒഴിച്ച അതേ പാൽ തന്നെയാണ്. തേങ്ങാപ്പാലാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, ഇത് നമ്മുടെ പശുവിൻ പാൽ തന്നെയാണ്. അപ്പോൾ ഈ പാൽ കൊടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ആ ഒരു കളർ കുറച്ചുകൂടെ ലൈറ്റായിട്ട് വരും. ഇനി കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു തിക്നെസ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ അടയെല്ലാം നന്നായിട്ട് മെൽറ്റ് ആവും അതിനകത്ത്. അപ്പോൾ മാത്രമേ അതിന് നല്ലൊരു ഫ്ലേവറും അടയിലോട്ട് ആ മധുരം എല്ലാം പിടിക്കുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഒരു കട്ടിയിൽ ഇങ്ങനെയാണല്ലോ പായസം ഇരിക്കുന്നത്, അധികം ലൂസും അല്ല എന്നാൽ അധികം കട്ടിയല്ലാത്ത രീതിയിൽ. ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണമെങ്കിലും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ആവശ്യത്തിന് മധുരം ഇതിനകത്തുണ്ട്. ആ പായസക്കിറ്റിനകത്ത് പഞ്ചസാര ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ കാരമലൈസ്ഡ് ചെയ്തതും പഞ്ചസാര തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രണ്ടിൻ്റെയും മധുരം ഇതിൽ ബാലൻസ്ഡ് ആണ്. ഇതുപോലൊരു പാത്രത്തിലോട്ട് ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ പാലടയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ടാറ്റാ.